ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവുപേരൂരാണ്. ഇവിടെ എത്താനുള്ള കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നിരുന്നു. ഒരു മധുര തുളസിയെക്കുറിച്ച്. പഞ്ചസാരയെക്കാട്ടിലും കൂടുതൽ മധുരമുള്ള ഒരു തുളസിയാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴാണ് നിരവധി പുഷ്പങ്ങളും കായ്കളും നിരവധി ഔഷധങ്ങളുടെയൊക്കെ ഒരു വലിയ ശേഖരമാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പം ഇത് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ വർഗീസ് സാറാണ്. അദ്ദേഹത്തോട് ചോദിച്ച് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നമ്മളുടെ വർഗീസ് സാറ്. ഇദ്ദേഹം സൗദിയിലും ബഹറിലും ദോഹയിലും ദുബൈയിലും ഒക്കെ ജോലി ചെയ്തതിന് ശേഷമാണ് നാട്ടിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു വ്യത്യസ്തമായ ഒരു കൃഷി രീതിയാണല്ലോ, മറ്റേ കപ്പ, ചേമ്പ്, വാഴ എന്നിവയിൽ നിന്നൊക്കെ ഒരു മാറിയിട്ട് ഒരു വ്യത്യസ്തമായ കൃഷി രീതിയാണ് താങ്കൾ ഇവിടെ ചെയ്തു വരുന്നത്. എന്താണ് അതിലേക്ക് തിരിയാനുള്ള കാര്യം? അതായത് 2009 എനിക്കൊരു സ്ട്രോക്ക് വന്നു. ഞാൻ ദോഹയിൽ വെച്ച് സ്ട്രോക്ക് വന്നിട്ട് ഞാൻ ചികിത്സാർത്ഥം ജോലി ഉപേക്ഷിച്ച് ഇവിടെ വരികയും ചികിത്സിച്ച് ആ സ്ട്രോക്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ശാരീരികമായ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നാൽ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും അന്നേരം ഇങ്ങനെ ടൈം പാസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ യൂട്യൂബ് കാണുമായിരുന്നു. യൂട്യൂബിൽ കൂടെ വളരെയേറെ കൃഷികൾ കണ്ടു കഴിഞ്ഞപ്പോൾ മരുന്നുകൾ, ഫ്രൂട്ട്സുകൾ, വിവിധ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, മെഡിസിൻസ്, അങ്ങനെ പലതും കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെ ഇവിടെ നമ്മൾക്ക് നട്ടുപിടിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഇതിങ്ങനെ ചെടികൾ ഇങ്ങനെ. പിന്നെ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് വേറെ പുരയിടമുണ്ട്. അവിടെ കപ്പയും ചേമ്പും തെങ്ങും ഒക്കെ ഉണ്ട്. അവിടെ അതും വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ തന്നെയാണ്. തൂമ്പാപ്പണി മാത്രം ചെയ്യുന്നില്ല. കിളയ്ക്കുക അല്ലെങ്കിൽ മരം കീറുക, വെട്ട് കീറുക, അങ്ങനെയുള്ള പണികളൊന്നും ചെയ്യുന്നില്ല. അല്ലാത്ത എല്ലാ ജോലികളും ഈ കാണുന്നതിൽ ഞാനും എൻ്റെ വൈഫും കൂടെ. ഈ ചെടികളെല്ലാം എൻ്റെ വൈഫാണ് കീപ്പ് ചെയ്യുന്നത്. ഞാൻ കുറ്റിക്കുരുമുളക്, മങ്കോട്ടാദേവ, ആയുർവേദ മെഡിസിൻസ്, ചങ്ങലം പരണ്ട, മുറികൂടി, മൃതസഞ്ജീവനി, ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനെ സ്റ്റീവിയ, അതായത് മധുരത്തുളസി. നിങ്ങൾ അന്വേഷിച്ച സാധനം അതാണ് മധുരത്തുളസി. അങ്ങനെ പല 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 വിധമായി ഇനി അങ്ങോട്ട് പോകും തോറും നമുക്ക് ഒന്നിൻ്റെ പേര് പറയാം. ഓക്കെ, നമുക്കപ്പം ഈ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ കാണുന്നത് ബുഷ് പെപ്പറാണ്. കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നതാണ്. ഇത് തെക്കൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ കായ്കൾ നിങ്ങൾ കാണുമ്പോൾ ഒരു കൊലയിൽ തന്നെ പല തിരികളാണ് ഇത് വന്നിരിക്കുന്നത്. 10-15 തിരികൾ ഇങ്ങനെ വന്നിട്ട് 10,000 മേളിൽ കുരുമുളക് അതിലുണ്ടാകുന്നതാണ്. ഈ കാണുന്നതെല്ലാം അങ്ങനെയുള്ള വിവിധ വെറൈറ്റിയിലുള്ള കുരുമുളകാണ്. ഇതിവിടെ ഉണ്ടായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുരുമുളക് ബുഷ് പെപ്പർ കുറ്റിക്കുരുമുളകാണ്. അതും കുറ്റിക്കുരുമുളകിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ തന്നെ സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഈ കാണുന്നതാണ് മങ്കോട്ടാദേവ. മങ്കോട്ടാദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്ന് പറയുന്നത് ഗോഡ് ക്രൗൺ എന്നാണ്, ദൈവത്തിൻ്റെ കിരീടമെന്നാണ് പറയുന്നത്. ഇത് ഇന്തോനേഷ്യക്കാരനാണ്. ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇതിവിടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും വന്നിട്ടുള്ളത്. ഇത് ഡയബറ്റിക്സിനുള്ള ഒരു മരുന്നാണ്. ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കായെടുത്ത് അരിഞ്ഞുണങ്ങി ഇതിനകത്ത് 2 കുരുവുണ്ട്. ആ കുരു യാതൊരു കാരണവശാലും കഴിക്കാൻ പാടില്ല. അത് പോയിസണാണ്. ഇതിൻ്റെ മാംസളമായ ഭാഗം ഉള്ളി അരിയുന്നത് പോലെ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി ചീള് പരുവമാകുമ്പോൾ അത് കുപ്പിക്കകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ഡയബറ്റിക്സ് ഉള്ളവർ മറ്റ് മരുന്നുകളൊന്നും നിർത്താതെ ആദ്യത്തെ ഒരു 15 ദിവസം, അതായത് ഒരു ചീള് 1 ഗ്ലാസ് വെള്ളത്തിനെന്ന രീതിയിൽ ഇട്ട് ഒരു ദിവസം ഒരു 4 ഗ്ലാസ് അല്ലെങ്കിൽ 5 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് 5 മണിക്ക് മുൻപ് കുടിച്ചിരിക്കണം. 5 മണി കഴിഞ്ഞ് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് നിങ്ങളുടെ ഡയബറ്റിക്സ് ലെവൽ ഒരു 60, 70, 80 പോയിൻ്റ് കുറയുന്നതാണ്. അടുത്ത 15 ദിവസം കൂടെ ഒരു മാസം നിങ്ങൾ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയബറ്റിക്സ് നോർമലിലെത്താവുന്നതാണ്. അങ്ങനെ ചെയ്തുള്ള അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിന്ന് ധാരാളമായി ഈ മരുന്നുകൾ കിട്ടാനുണ്ട്. ഈ കാണുന്നത് മുഴുവൻ മങ്കോട്ടാദേവയുടെ തൈകളാണ്. തൈകൾ ചട്ടിക്കകത്ത് കായ്ച്ചു നിൽക്കുന്നതുകൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയർ, ഇപ്പോൾ ഓൾറെഡി ഇതിൽ കായുണ്ട്. ഒരു 6 മാസത്തിനകം ഇത് കായാവുന്നതും ആവശ്യമുള്ളവർക്ക് തൈകൾ ധാരാളം ഇവിടെയുണ്ട് ലഭിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ബിരിയാണി കൈത എന്ന് പറയുന്ന വസ്തുവാണിത്. ബിരിയാണിക്കകത്താണ് ഈ കൈത ഉപയോഗിക്കുന്നത്. ഇത് ഈ ഇലകളൊന്നും ഇട്ടല്ല നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. ഇത് ജൈവമായി നമ്മൾ ബിരിയാണിക്കകത്ത് ഇടുന്ന സാധനമാണ്. ഇതിൻ്റെ കെമിക്കൽ എല്ലാം ചേർത്ത സാധനമാണ് ബിരിയാണിക്കകത്ത് ഒഴിച്ചു തരുന്നത്. ഇത് ചൈനീസ് ഫുഡുകളിൽ ഇതിൻ്റെ എല്ലാ
ഭക്ഷണ പദാർത്ഥത്തിൻ്റെയും കൂടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൻ്റെ തൈകളാണ്. പിന്നെ വലിയ പ്ലാന്റുകൾ വേറെ ഇവിടെയുണ്ട്, അതും ഇവിടെ ലഭിക്കുന്നതാണ്. നിങ്ങൾ അന്വേഷിച്ച് വന്ന സാധനം എന്ന് പറയുന്നത് സ്റ്റീവിയ ഇതാണ്. ഈ സ്റ്റീവിയ എന്ന് പറയുന്നത് നിങ്ങൾ പഞ്ചസാരയെക്കാട്ടിൽ 30 ഇരട്ടി കഴിച്ചോളൂ 30 ഇരട്ടി ഇതിന് മധുരം കൂടുതലുള്ള സാധനമാണ്. ഇതിൻ്റെ തൈക്ക് ഇതിനെ അന്വേഷിച്ചാണ് ഇവർ ഇവിടെ എത്തിയിട്ടുള്ളത്. തൃപ്പലി എന്ന് പറയുന്നത്, ഒറിജിനൽ തൃപ്പലി എന്ന് പറയുന്ന സാധനമാണ്. ഇത് തൃപ്പലി കായ്ച്ചു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ത്രിഫലയിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ചുമയ്ക്ക് നമ്മൾ ഇത് 3 ഐറ്റങ്ങൾ ചേർത്താണ് ത്രിഫല ഉണ്ടാക്കുന്നത്. ആ ത്രിഫലയിൽ പ്രധാന ഒരു ഐറ്റമാണ് ഇത് തൃപ്പലി. ഈ കാണുന്ന സസ്യമാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. ഈ മണിത്തക്കാളിയെ പറ്റി പറയുമ്പോൾ ഇത് ശരീരത്തിന് വളരെ പ്രയോജനമുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ ഇലയും ഇതിൻ്റെ കായും, പഴുത്ത കായും, ഇത് പച്ചക്കായാണ് ഇപ്പോൾ നിൽക്കുന്നത്. പഴുത്ത കായും തോരൻ വെക്കാനും കറി വെക്കാനും അങ്ങനെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇനി ഈ കാണുന്നത് ചൈനീസ് ഓറഞ്ചാണ്. ഇതിൽ ഓറഞ്ച് പഴുത്ത് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ചൈനീസ് ഓറഞ്ചാണിത്. ഈ കാണുന്നത് ബ്രഹ്മി എന്ന് പറയുന്ന സാധനമാണ്. ഇത് ബ്രഹ്മി, പച്ചമരുന്നിലെ ബ്രഹ്മി എന്ന്, ഓർമ്മയ്ക്കും ബുദ്ധിക്കും സന്തോഷ് ബ്രഹ്മി എന്ന പരസ്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ സാധനം തന്നെയാണ്. ബ്രഹ്മി ധാരാളമായിട്ട് ഇവിടെ വളർന്നിങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ ഇത് എണ്ണ കാച്ചാനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും കൊടുക്കുന്ന സാധനമാണ്. കാണുന്ന സാധനമെന്ന് പറയുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ധാരാളമായിട്ട് ഇതിൻ്റെ യൂട്യൂബ് ഓരോരുത്തർ ചെയ്യുന്നത് കാണാം. ആ കാണുന്നതിനകത്ത് ഒത്തിരി അർത്ഥമുള്ള ഒരു ആയുർവേദ ചീരയാണിത്. ഈ ചീര ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുപ്പിച്ച് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ തിമിരം മാറിക്കിട്ടുന്നതാണ്. കണ്ണിന് നിങ്ങൾ കണ്ണാടി ഉപയോഗിക്കുന്നവരാണ്. ആ കണ്ണാടിയോട് കൂടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ണ് തെളിഞ്ഞു വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അനുഭവസ്ഥനായ ഞാൻ 3.5-ൻ്റെ ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ എന്ന് കഴിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് 3.5-ൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. അപ്പോൾ എനിക്ക് കണ്ണിൻ്റെ പവർ കൂടിയിരിക്കുന്നു. ഗ്ലാസ് വേണമെങ്കിൽ കുറയ്ക്കാം. ഈ കാണുന്നത് ആകാശവെള്ളരി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജെയിൻറ്റ് ഫാഷൻ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഈ സാധനം ഞാൻ എൻ്റെ ടെറസിലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. ടെറസിൽ പടർന്ന് അവിടെ കായ ഉണ്ടാകുന്നുണ്ട്. ഈ വർഷവും 10-40 കായ ഇതിലുണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ആ സീസൺ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം കായ ഇതിനകത്ത് കാണാത്തത്. ഇത് വെള്ളരിക്ക കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നോ അതിന് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് പഴുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഫാഷൻ ഫ്രൂട്ട് കഴിക്കുന്ന അതേ ജെല്ലി പോലെ തന്നെയാണ്. അതിൻ്റെ മാംസളമായ ഭാഗം ഷെയ്ക്ക് അടിച്ച് കഴിക്കാവുന്നതുമാണ്. പിന്നെ സലാഡിലിടാം. അങ്ങനെ എന്തെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ വെള്ളരിക്ക പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കുക്കുംബർ നമ്മൾ കഴിക്കുന്ന പോലെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്. ഈ കാണുന്നത് പിങ്ക് ബനാന എന്ന് പറയുന്ന സാധനമാണ്. ഈ ബനാന ഇതിൻ്റെ കൊല വന്നിട്ടുള്ള ഇത്രയും വലിയ കൊലയെന്ന് പറയുന്നത് നല്ലതാണ്. ഈ കൊല മുകളിലോട്ടാണ്. അതിൻ്റെ കൂമ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. പക്ഷെങ്കിൽ അതിനകത്ത് ധാരാളം അരികളുണ്ട്. ആ അരികൾ നമുക്ക് പാകി കിളിർപ്പിക്കാവുന്നതുമാണ്. ചെറിയ വാഴയാണ്, അധികം പൊക്കം വെക്കത്തില്ല. ഇത് കാഴ്ചക്കൊലയായിട്ടാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമുള്ള സാധനമല്ല. എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് ചങ്ങലം പരണ്ട എന്ന് പറയുന്ന ഒരു ആയുർവേദ മെഡിസിനാണ്. ആയുർവേദ മെഡിസിൻ എന്നുള്ളത് ചങ്ങലം പരണ്ട അല്ലെങ്കിൽ ബോൺ സെറ്ററാണെന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതുകൊണ്ട് വളരെയേറെ നമ്മളുടെ ഒടിഞ്ഞ എല്ലുകളെ സുഖപ്പെടുത്തുന്ന സാധനമാണ്. ഇത് അകത്ത് കഴിക്കാവുന്ന സാധനമാണ്. ചെവി വേദനയ്ക്ക് ഇത് വാട്ടി പിഴിഞ്ഞ് 2 തൊള്ളി കുഞ്ഞുങ്ങൾക്കായാലും പ്രായമുള്ളവർക്കായാലും ചെവിക്കകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ചെവി ക്ലീൻ ചെയ്യുന്നതാണ്. കൂടാതെ ഈ സാധനം കൊണ്ട് നല്ലൊരു സമ്മന്തി അരച്ച് കഴിക്കാവുന്നതാണ്. നമ്മൾ തേങ്ങാ സമ്മന്തി ഇതുകൊണ്ട് ഇതിൻ്റെ മണ്ട ഇലയും ഈ തണ്ടും ഞാൻ ഈ കൈ വെച്ച് കാണിക്കുന്ന ഇത്രയും ഇവിടെ മുതൽ മുകളിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത്രയും ഭാഗങ്ങൾ കൊണ്ട് ഒരു സമ്മന്തി അരച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ആ സമ്മന്തി അരയ്ക്കുമ്പോൾ അതിനകത്ത് ഒരു പുളി കഷ്ണം വെച്ചിരിക്കണം. ആ പുളി വെച്ചില്ല എങ്കിൽ ഇതിന് ചെറിയ ചൊറിച്ചിലുണ്ടാവും. ഇത് എണ്ണ കാച്ചാവുന്നതാണ്. ചങ്ങലം പരണ്ട കൊണ്ട് എണ്ണ കാച്ചാൻ പരണ്ട ഉപ്പുണ്ടാക്കാറുണ്ട്. ഇതെല്ലാം ശരീരത്തിന് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വസ്തുവാണ്. ഈ കാണുന്ന മരം നോനി എന്ന് പറയുന്ന മരമാണ്. ഇത് കായ്ച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത് ഒരു മരുന്നാണ്. സർവ്വരോഗ സംഹാരി എന്നാണ് ഇതിന് പറയുന്നത്. ഈ ചട്ടിയിൽ വളർന്നു കാണുന്നത് മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു ആയുർവേദ മെഡിസിനാണ്. ഈ മെഡിസിൻ വളരെയേറെ പ്രയോജനം ചെയ്യുന്ന അർശസ്, അതുപോലെ മറ്റ് ചെറിയ നമുക്ക് അകത്തുണ്ടാകുന്ന ചില രോഗങ്ങൾക്കൊക്കെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ഈ ചെലന്തി കടിക്കുക അല്ലെങ്കിൽ പഴുതാര ഇറുക്കുക അങ്ങനെ ചെയ്യുന്ന അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇല ഞെരടി
ആ കടിച്ചെടുത്ത ആ കടിപ്പാടിൽ അല്ലെങ്കിൽ തേനീച്ച കുത്തിയാൽ അങ്ങനെ അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനൊരു ഐതിഹ്യമുണ്ട്. ഹനുമാൻ ശ്രീലങ്കയിൽ നിന്ന് ഇവിടെ ചികിത്സിക്കാനായി മരുന്നിന് പോയി മരുന്നും കൊണ്ട് വരുമ്പോൾ ഹനുമാൻ്റെ കയ്യിൽ നിന്നൊരു പാറ അടന്ന് വീണതിൽ അതിനകത്ത് ആ വീണ സ്ഥലമെന്ന് പറയുന്നത് കോയമ്പത്തൂരിനടുത്തുള്ള ഒരു സ്ഥലത്താണ് വീണത്. ഈ മരുന്ന് എടുക്കാനായിട്ടാണ് ഹനുമാൻ ശ്രീലങ്കയിൽ നിന്നും ആ മല ചുമന്നുകൊണ്ട് വന്നതെന്നാണ് ഐതിഹ്യം പറയുന്നത്. ഈ കാണുന്നതാണ് മുറികൂടി എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്നാണ്. ഇത് നമ്മളുടെ ശരീരം എവിടെയെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ മുറിവിൽ ഇത് പിഴിഞ്ഞ് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അത് ക്യൂർ ചെയ്യുകയും ആ മുറിവ് കരിയുകയും ചെയ്യും. വേറെ ഒരു ഹോസ്പിറ്റലിലോ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ചെറിയ മുറിവുകൾക്ക്, വലിയ ഡീപ്പ് മുറിവുകളുടെ കാര്യമല്ല പറയുന്നത്. ഈ കാണുന്നത് കസ്തൂരി മഞ്ഞളാണ്. ഇത് ചുമന്ന ഇഞ്ചിയാണ്. ഇഞ്ചി തന്നെ ചുമന്ന ഇഞ്ചിയുണ്ട്, കറുത്ത ബ്ലാക്ക് ടർമറിക് ഉണ്ട്. ബ്ലാക്ക് ടർമറിക് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനമാണ്. ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് കായ്ച്ച് 3 വർഷമായിട്ട് ഇത് കായ്ക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ കയ്യിൽ 10-30 ചോട് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. ആ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് ആവശ്യം പോലെ പഴങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ കട്ടിങ്ങുകൾ വേണ്ടിയവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന മരമാണ് ഊതുമരം. ഊതുമരം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഈ ഊതുമരം എൻ്റെ കയ്യിൽ 4-5 മൂട് ഊതുമരങ്ങളുണ്ട്. ഇതിൽ നിന്നാണ് അത്തർ, അറബികളുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വില കൂടിയ പെർഫ്യൂം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ നിങ്ങൾ കാണുന്നത് PVC പൈപ്പിൽ കുരുമുളക് കയറ്റി വിട്ടിരിക്കുന്നതാണ്. ഇവിടെ കുരുമുളക് ഇതിൽ ഉണ്ടായി കിടക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഇതിൽ കുരുമുളക് ഉണ്ടായി നിൽപ്പുണ്ട്. ഈ കാണുന്നത് കുരുമുളക് ഇതിലുണ്ടായിരിക്കുന്നതാണ്. ഇത് 1.5 വർഷമേ ആയുള്ളൂ ഇത് പ്ലാന്റ് ചെയ്തിട്ട്. ഇത് മഞ്ഞളാണ്. ഈ മഞ്ഞളിൻ്റെ പേര് പ്രഗതി എന്ന് പറയുന്ന ഒരു മഞ്ഞളാണ്. ഒരു മൂട്ടിൽ നിന്ന് 3 കിലോ മഞ്ഞൾ കിട്ടുമെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഫേസ് പാക്കിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടികൾക്കൊക്കെ നല്ല കളർ കിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്ത്രീകൾക്ക് മുഖത്ത് പുരട്ടാവുന്ന സാധനമാണ്. ഇത് വെണ്ണയുടെ കളറാണ്. ഇത് പൊടിച്ച പൗഡർ ധാരാളമായി ലഭിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് വിളിച്ചാലോ വന്നാലോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കാണുന്നത് കരി ഇഞ്ചിയാണ്. തായ്ലൻഡിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇത് വളരെ മെഡിസിനബിൾ വാല്യൂ ഉള്ളതാണ്. ഇത് നമുക്ക് കറികളുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതും അതുപോലെ തന്നെ വയറ്റിലെ മറ്റ് രോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് കിലോ ഏതാണ്ട് 2500 രൂപയോളം മാർക്കറ്റിൽ വിലയുള്ള സാധനമാണ്. എൻ്റെ കൈവശം ജാതി ധാരാളമായിട്ടുണ്ട്. നല്ല ഇനം ജാതികളുണ്ട്. അതുപോലെ തന്നെ മാങ്കുസി 10-50 മൂട് മാങ്കുസിയോളമുണ്ട്. എല്ലാം കായ്ച്ചു തുടങ്ങിയതുണ്ട്, കായ്ക്കുന്നതുണ്ട്. മൃദു സഞ്ജീവിനി, മുറുകൂടി, നിരവധി ഓറഞ്ച്, അതേപോലെ തന്നെ മഞ്ഞൾ, നിരവധി കളക്ഷനാണ് നമ്മുടെ വർഗീസ് സാർ ഈ തോട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.